കഴിഞ്ഞ 28 വർഷമായി കാലടിയിലെ കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്ന പഞ്ചവാദ്യ മഹോത്സവം അരങ്ങേറാൻ തുടങ്ങി. കാലടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 പഞ്ചവാദ്യ സീസണൊക്കെ തുടങ്ങണുള്ളൂ. ചിങ്ങമാസം മുതലാണ് മേടമാസം വരെയാണ് ഉത്സവ കാലയളവ്. അതിന്റെ തുടക്കം എന്നോണം കാലടിയിൽ കഴിഞ്ഞ 28 വർഷമായി നടക്കുന്ന പഞ്ചവാദ്യം. ഇതിൽ കേരളത്തിലെ പ്രശസ്ത താരങ്ങൾ വരും, പ്രശസ്തരായിട്ടുള്ള ഉത്സവപ്പറമ്പുകളിലെ സംഘാടകർ വരും. ഇവരെ എല്ലാവരും അപ്പോഴേക്കും അടുത്ത വർഷത്തെ ഈ മലയാള പഞ്ചാംഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഉത്സവങ്ങളൊക്കെ ഡേറ്റൊക്കെ എല്ലാവർക്കും തീരുമാനമായി ഉണ്ടാവും. കലാകാരന്മാരെയൊക്കെ ക്ഷണിക്കുന്നത് കാലടിയിൽ വെച്ചിട്ടാണ്. കാലടിയിൽ എല്ലാവരും വന്നു ചേരും, കലാകാരന്മാരെല്ലാവരും. അങ്ങനെയാണ് പഞ്ചവാദ്യോത്സവത്തിന്റെ ഒരു സൗന്ദര്യവശം. പിന്നെ കാലടിയിലെ പഞ്ചവാദ്യം നടത്തുന്നത് ആസ്വാദകരും അതുപോലെ കലാകാരന്മാരും ഉൾപ്പെട്ട ഒരു സംഘമാണ്. ഇവർക്കെല്ലാവർക്കും സാധാരണ ലഭിക്കുന്ന പ്രതിഫലമൊന്നും കാലടിയിൽ നമ്മൾ നൽകാറില്ലെങ്കിലും അവരുടെ സ്നേഹമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് കാലടിയിലെ പഞ്ചവാദ്യം നിലനിൽക്കുന്നത്. ഇതിന്റെയൊക്കെ മുഖ്യ സംഘാടകനായ കൃഷ്ണയ്യര് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയും. ഇത് 27ാമത്തെ പഞ്ചവാദ്യോത്സവമാണ്. 1997 ആണ് ഇത് ആരംഭിച്ചത്. ഇതിനിടയ്ക്ക് പ്രകൃതി ദുരന്തം ഉണ്ടായ ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും തുടർച്ചയായി നടത്താറുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വേറൊരു മാസം ഒരു തീയതിയിൽ ഇത് നടത്തിയിരുന്നു. അങ്ങനെ 27ാമത്തെ പഞ്ചവാദ്യോത്സവമാണിത്. ഇത് തുടങ്ങാനുള്ള ഒരു കാരണം ഉത്സവങ്ങളോടനുബന്ധിച്ചിട്ടുള്ള പഞ്ചവാദ്യങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഉത്സവത്തിനാണ് പ്രാധാന്യം, അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിൽ ഇതിൻ്റെ എല്ലാ സുഖങ്ങളും മനോഹാരിതകളും അറിയുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് 97 ഞങ്ങളത് ആരംഭിച്ചത്. ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ അനുബന്ധമായി ഇപ്പോൾ ഈ ആസ്വാദനത്തിന് വേണ്ടി മാത്രമുള്ള പഞ്ചവാദ്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം കാലടിയാണെന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ സ്നേഹ സമ്മാനമായി എല്ലാ വർഷവും 1 or 2 അല്ലെങ്കിൽ 3 or 4 ഒക്കെ പവൻ ഓരോരുത്തർക്കും കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 70ാമത്തെ സുവർണമുദ്രയാണ് ഈ വർഷം, 70-71 ഈ വർഷം കൊടുക്കുന്നത്. ഈ വർഷം അത് അർഹരായിരിക്കുന്നത് ഇലത്താള കലാകാരനായിട്ടുള്ള മുണ്ടത്തിക്കോട് സന്തോഷും അതേപോലെ തന്നെ തിമില കലാകാരനായിട്ടുള്ള കീഴൂർ മധുസൂദനക്കുറുപ്പുമാണ്. ഇവർ രണ്ടുപേരും തുടങ്ങുമ്പോൾ മുതലേ ഇവിടെ ഉണ്ട്. ഒക്കെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. അതിനിടയ്ക്ക് ഇതിൻ്റെ സീനിയേഴ്സിനൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് ഓരോ പവൻ വീതമുള്ള ആസ്വാദക സമിതി സുവർണമുദ്ര സമ്മാനിക്കും. ഈ കൊട്ടുകാരല്ലാത്തവരെയും ഞങ്ങൾ 4 വർഷത്തിലൊരിക്കൽ പരിഗണിക്കാറുണ്ട്. വാദ്യമിത്ര എന്ന ഒരു പുരസ്കാരമാണ് അവർക്ക്, സുവർണമുദ്ര തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. അത് വാദ്യകലയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗത്തിനുള്ളതാണ്. എഴുത്തു വഴിയും അല്ലെങ്കിൽ വാദ്യ നിർമ്മാണം വഴിയും നൂതന വാദ്യ സംരംഭങ്ങളുടെ നിർമ്മാണങ്ങളെല്ലാം വഴിയും പേരെടുത്ത കലാകാരന്മാർക്കാണ് അത് കൊടുക്കുന്നത്. ഈ വർഷം ഉണ്ട്. അത് ധാരാളം വാദ്യ സാഹിത്യം എന്നൊരു പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോളി താമസിക്കുന്ന ഊരമന രാജേന്ദ്രമാരാർക്കാണ് ആ പുരസ്കാരം കൊടുക്കുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ സംരംഭങ്ങൾ, അതായത് കുടുക്കവീണ പോലുള്ള പണ്ട് മറിഞ്ഞു കിടന്നിരുന്ന ചില വാദ്യങ്ങളെല്ലാം രണ്ടാമത് കൊണ്ടുവന്ന ഒരു കലാകാരനാണ്. അതുകൂടാതെ സോപാന സംഗീതത്തെപ്പറ്റി പുസ്തകം എഴുതുകയും പഠിക്കാൻ പാകത്തിനുള്ള പുസ്തകം എഴുതുകയും ചെയ്ത ഒരു മഹാനാണ്. അദ്ദേഹത്തെയാണ് ഇത്തവണ ആദരിക്കുന്നത്. പിന്നെ ഒരാൾക്ക് സഹായനിധിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നെന്മാറ വെങ്കടാചലയ്യർ ട്രസ്റ്റിന്റെ വകയായിട്ട് കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ശിവലയ പുരസ്കാരം എന്നാണ് അതിന് പേര്. അതിന് ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കലാനിലയം ശങ്കർദാസ് എന്ന മദ്ദളവാദകനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. ഏതാണ്ട് 6 മണിക്ക് തുടങ്ങി 6:30-ക്ക് ഈ ആദരണ സദസ്സ് തീരും. 6:30 മുതൽ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പഞ്ചവാദ്യമാണ് ഉണ്ടാവുക.
പഞ്ചവാദ്യത്തിന്റെ എല്ലാ കാലങ്ങളും വൃത്തിയായി കൊട്ടി ത്രിപുടകളെല്ലാം കൊട്ടി ഇടച്ചിൽ രണ്ടിടത്തിലും കഴിഞ്ഞ് തീരുമ്പോഴത്തേക്കും 9:30-9:45 മണിയാകും. അതുവരെയുള്ള ഈ പരിപാടികളെല്ലാം നല്ലവണ്ണം കാണുന്നതിനും അത് എല്ലാ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ള ശ്രീ മറ്റൂർ വേണുമാരാർ പറയുന്നതായിരിക്കും. നമ്മുടെ പ്രമാണിയായിട്ട് നമ്മൾ നിശ്ചയിച്ചേക്കണത് വക്കം ചന്ദ്രമാരാറാണ്. വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളാണ്. ഇത്രയും കാലം തോറ്റാങ്കില് വിജയമാരാരായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം കരക്കാട് തങ്കപ്പമാരാരായി. ഇക്കൊല്ലം ആ പ്രമാണി വക്കം ചന്ദ്രമാരാറാണ്. ഇങ്ങേര് കാമ്പറത്തിന്റെ ശിഷ്യനാണ്. ഇവിടെ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. തൃശ്ശൂർ പൂരം മുതലുള്ള എല്ലാ പൂരങ്ങൾക്കും അങ്ങേര് സാന്നിധ്യം ഉള്ള ഒരാളാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം വരെ നമ്മളോട് സഹകരിച്ചു പോകുന്ന തിറ്റൂർ മോഹനൻ എന്ന ഇടയ്ക്ക വാദകൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. അസുഖം മൂലം അങ്ങേര് നമ്മളെ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങേർക്ക് നമ്മൾ സ്മരണാഞ്ജലി അർപ്പിക്കുന്നുണ്ട്.